ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ 14 ഡേയ്സിലേക്കുള്ള ചില കാര്യങ്ങളാണ്. അടുത്ത 14 ദിവസത്തേക്ക് ഉള്ള കാര്യങ്ങളാണ്. ഈ ഒരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എപ്പോഴാണ് ഈ റീഡിംഗ് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസണേറ്റ് ആവാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ആക്കാതിരിക്കുക. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ അബ്സോർബ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് മെയിൻലി നോക്കാൻ പോകുന്ന കാര്യം എന്ത് എനർജിയാണ് ഒരു 14 ഡേയ്സിൽ നിങ്ങളെ സറൗണ്ട് ചെയ്യാൻ പോകുന്നത്, അതുപോലെ എന്ത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഈ ഒരു 14 ഡേയ്സിൽ നിങ്ങളുടെ അറ്റൻഷൻ എന്തിലേക്കായിരിക്കണം, നിങ്ങളുടെ ശ്രദ്ധ എന്ത് കാര്യത്തിലേക്കായിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി അല്ലെങ്കിൽ ഇമോഷണലി എന്ത് പാഠങ്ങളാണ് ഈ ഒരു സമയത്ത് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാകുമോ ഈ ഒരു സമയത്ത്. നിങ്ങൾ എന്തെങ്കിലും ലൈഫ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാകുന്നുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. ഒരു 14 ഡേ റീഡിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പ്രെഡ് എടുത്തിട്ട് തിരിച്ചു വരാം. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്യാം. എന്ത് എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്ത് എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്ത് പോസിറ്റീവ് ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്നത്. പോസിറ്റീവ് ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരാൻ പോകുന്നത്. എന്ത് കാര്യത്തിലേക്കാണ് ഈ ഒരു 14 ദിവസം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്ത് കാര്യത്തിലേക്കാണ് ഈ ഒരു 14 ദിവസം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ചില ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതെന്താണ്? ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, എന്ത് ഇമോഷണൽ ഓർ സ്പിരിച്വൽ ലെസൺ ആണ് നിങ്ങൾ ഈ ഒരു സമയത്ത് പഠിക്കേണ്ടത്. ഓക്കെ, എന്തെങ്കിലും സപ്പോർട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമോ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമോ? ഓഫ് കോഴ്സ് ഉണ്ട്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഈ ഒരു 14 ദിവസം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണ്? ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഒരു കാർഡ്സ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിങ്ങൾ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാത്തൊരു വ്യക്തിയാണ്. പലതവണ നിങ്ങളതിന് ശ്രമിച്ചിട്ടുണ്ടായി, പലതവണ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, എനിക്ക് ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹങ്ങൾ കാണും, പക്ഷേ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ചെറിയ ഡിസിപ്ലിൻ്റെ കുറവുണ്ടായിരിക്കും. നിങ്ങൾ മനഃശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഡിസിപ്ലിൻ കൊണ്ടുവന്ന് നിങ്ങൾ ആ ഒരു ഓർഡറിൽ മുന്നോട്ട് പോയാലായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്തുക. അപ്പോഴായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ആക്ച്വലി നിങ്ങൾ വളരെയധികം മാനിഫെസ്റ്റേഷൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ റിസോഴ്സസും നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ സഹായിക്കാനായിട്ട് ആളുകൾ എത്തും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളിവിടെ ചെയ്യുന്ന ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം അങ്ങനെ ആൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നമുക്കിനി ഓരോ കാർഡുകളായിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. സോ നെക്സ്റ്റ് 14 ഡേയ്സിൽ എന്ത് എനർജിയാണ്, മെയിൻ എനർജി നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. സോ ഇവിടെ നിങ്ങളുടെ മെയിൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് തന്നെയായിരിക്കും. അതായത് മാനസികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടായിരിക്കും, ഒരു വഴക്ക് നടക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ അത് ചെയ്യാൻ അനുവദിക്കാത്ത വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. മാനസികമായിട്ട് നിങ്ങൾ പുറമേ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങളെ പല രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം. നിങ്ങളൊരു കാര്യമായിട്ട് മുന്നിറങ്ങുമ്പോൾ അത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ അനുവദിക്കാത്ത ആളുകളുമായിട്ട് നിങ്ങൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഒരു
ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങളുടെ ഒരു ഇമോഷണൽ എക്സ്ഹോഷനിലേക്ക്, അതായത് നിങ്ങൾ പലതവണ ട്രൈ ചെയ്യുന്നു, നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്നില്ല, അപ്പം നിങ്ങളത് മറ്റു പലരും കാരണമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് മാനസികമായിട്ട് തന്നെ വളരെയധികം വിഷമമുള്ള ഒരു പീരീഡ് ആയിരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി നിങ്ങളുടെ മാനസികമായിട്ടുള്ള കാര്യമാണ്. പുറമേ ഉണ്ടാകുന്ന വഴക്കുകളെക്കുറിച്ചോ ഒന്നുമല്ല ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത്, മെൻ്റൽ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നടന്നിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, എന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് സ്വാർത്ഥതയോടുകൂടി പെരുമാറിയിട്ടുണ്ടെങ്കിൽ, മേ ബി നിങ്ങൾ വളരെയധികം കഴിവുള്ളൊരു വ്യക്തിയായിരിക്കും, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കരിയറോ അല്ലെങ്കിൽ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല ബിക്കോസ് ഓഫ് ആരുടെയെങ്കിലും സ്വാർത്ഥത. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ റീതിങ്ക് ചെയ്തേക്കാം. ഓക്കെ, ഒരു സെൽഫ് ഡൗട്ട് നിങ്ങളിലേക്ക് വരാൻ ചാൻസ് ഉള്ളൊരു സമയമാണ്. പക്ഷേ ഈ ഒരു സമയം ഇതാണ് നിങ്ങളുടെ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലും ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ഇതൊരു ആ ഒരു സമയത്തെ ഒരു എനർജിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എല്ലാ സമയവും നിങ്ങൾ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ മനസ്സമാധാനം കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നൊരു പോസിറ്റീവ് ചേഞ്ച്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പോസിറ്റീവ് ചേഞ്ച് തന്നെയാണ് വരുന്നത്. സോ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സമയത്തിൻ്റെ അവസാനം തന്നെയാണ് ഈ ഒരു കാര്യം കാണിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷനെ തന്നെ, നിങ്ങളെ മാനസികമായിട്ട് തന്നെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്തിരുന്ന ഒരു കാര്യമായിരിക്കും. അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇതിനകത്ത് പോസിറ്റീവ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ആ ഒരു വിഷമം നിങ്ങൾ സഫർ ചെയ്യേണ്ടതില്ല, ഇനി ആ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ചുകൂടി നല്ല ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടുന്ന പോലെ, ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഹീലിംഗ് വേണം തോന്നുവാണെങ്കിൽ, ഹീൽ ചെയ്യേണ്ട സമയമാണെന്ന് തോന്നുവാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും. സോ ഇത് ഒരു എൻഡിങ് ടൈമാണ് ഈ 14 days എന്ന് പറയുന്നത്. നിങ്ങളുടെ മാനസികമായിട്ടുണ്ടായ പ്രശ്നങ്ങൾക്കുള്ള ഒരു എൻഡിങ് സ്റ്റേജ് ആയിരിക്കും. നിങ്ങളിവിടെ കാണിക്കേണ്ടത് നിങ്ങളുടെ മനഃശക്തിയാണ്. നിങ്ങൾ ആക്ച്വലി നല്ല മനഃശക്തിയുള്ളൊരു വ്യക്തിയാണ്. അത് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ വീണ്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിനോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. സോ എന്ത് സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് അറ്റൻഷൻ, നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്, എന്ത് സിറ്റുവേഷനിലേക്കാണ് കൊടുക്കേണ്ടത്? ആക്ച്വലി യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സന്തോഷത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ്, നിങ്ങളുടെ കോൺഫിഡൻസിലേക്ക്. നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങളത് അനുഭവിക്കാൻ, നിങ്ങൾ അത് ഫീൽ ചെയ്യാൻ റെഡി ആയിരിക്കണം, നിങ്ങളത് റിസീവ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നിങ്ങളുടെ ഒരു ഫേസ് കഴിഞ്ഞൊരു ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകുന്ന ഒരു സമയമാണ്. അവിടെ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമായിരിക്കണം ഇത്. നിങ്ങളെ ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾ ഏത് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം, ബോഡി ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഓക്കെ, മെൻ്റലി നിങ്ങളെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങളൊക്കെ വിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. സോ ഈ ഒരു കാർഡ് പറയുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കോൺഫ്ലിക്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് വ്യക്തികളുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ശരി, അതല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുമായിട്ട് നടക്കുന്ന ഒരു ബാറ്റിലാണെങ്കിലും ശരി, അതിൻ്റെയൊക്കെ ഒരു എൻഡിങ്ങിലേക്ക് വരികയാണ്. അതിനുശേഷം നിങ്ങൾ പോവേണ്ടത് നിങ്ങളുടെ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഒപ്റ്റിമിസം ചൂസ് ചെയ്യുക. അതായത് എല്ലാ കാര്യങ്ങളിലെയും നല്ലത് മാത്രം കാണാൻ ശ്രമിക്കുക. നിങ്ങളെ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക, നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൂടി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. സോ ചില സന്ദർഭങ്ങൾ വന്നേക്കാം, നിങ്ങളുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ചില സന്ദർഭങ്ങൾ വന്നേക്കാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ചില ഓപ്പർച്യൂണിറ്റീസ് വരും, അത് മിസ് ചെയ്യാൻ പാടില്ല. എന്ത് കാര്യമാണ് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തത്? അതായത് ചില അമിത ഭാരമുള്ള കാര്യങ്ങൾ, മീൻസ് അത് ജോലിയിലായിരിക്കാം, ഫാമിലി ലൈഫിലായിരിക്കാം, ചില റിലേഷൻഷിപ്പുകളിലായിരിക്കാം. ഓക്കെ, അമിത ഭാരമുള്ള കാര്യങ്ങൾ
ഫിനാൻസിലുമായിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് ലീവ് ചെയ്യാനുള്ളൊരു സമയം വന്നേക്കാം. അത് നിങ്ങൾ കുഴപ്പമില്ല ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് വീണ്ടും തലയിലെടുത്ത് വയ്ക്കാതിരിക്കുക. ചില ഭാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട സമയം വരും. ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം. എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇത്രയും കാലം ചെയ്തു, ഇനി ഞാൻ മുന്നോട്ട് എൻ്റെ ലൈഫിൽ സന്തോഷമൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് എന്നൊന്നും വിചാരിക്കരുത്. ചില ഓപ്പർച്യൂണിറ്റീസ് വരും, നിങ്ങളുടെ ലൈഫിലെ ഭാരം കുറച്ച് ഇറക്കി വയ്ക്കാൻ ആ ഒരു സമയത്ത് അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനുള്ളൊരു സമയം വരും. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയേണ്ട വരും. ഒരു ഗിൽറ്റും നിങ്ങൾക്ക് വിചാരിക്കേണ്ട കാര്യമില്ല, ഒരു കുറ്റബോധം വിചാരിക്കേണ്ട കാര്യമില്ല. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. ഇമോഷണലായിട്ട് നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ഭാരങ്ങൾ, മാനസികമായിട്ട് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതായത് ശ്വസിക്കുമ്പോൾ പോലും നിങ്ങൾക്കൊരു ഭാരം അനുഭവപ്പെടാതിരിക്കാം, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറക്കി വെക്കേണ്ട ഒരു സമയം വരും. അത് നിങ്ങൾ ഇറക്കി വെക്കുക തന്നെ ചെയ്യാം. ഓക്കെ, ലെറ്റിംഗ് ഗോ എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ചില കാര്യങ്ങളെ വിട്ട് കളയുക. അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റി. അത് ഹോൾഡ് ചെയ്യരുത്, അത് വിട്ട് കളയുക തന്നെ ചെയ്യണം. ഈ ഒരു സമയത്ത് നിങ്ങൾ ചില ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ലെസൺസ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ അല്ലെങ്കിൽ സ്പിരിച്വൽ ലെസൺ ആണെന്ന് നമുക്ക് പറയാം. ഈ ഒരു സമയത്ത് നിങ്ങൾ സെൽഫ് സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകുന്നുണ്ട്. അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ തന്നെ ധാരാളമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നൊരു സമയമായിരിക്കും ഇത്. അതൊരു വലിയ പാഠമായിരിക്കും. നിങ്ങൾ ഈ ഒരു സമയത്ത്, ഇതിന് മുമ്പൊക്കെ ഒരുപാട് ആളുകളെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടി ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഇമോഷൻസിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഒരുപാട് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, സാഹചര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചില വ്യക്തികൾ ലൈഫിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാകൂ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്നാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സന്തോഷിക്കാൻ പറ്റും. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ പോകുന്ന ഒരു പീരീഡ് ആയിരിക്കും ഈ ഒരു 14 ദിവസം. നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന വലിയൊരു റിയാലിറ്റി എന്ന് പറയുന്നത്, സന്തോഷം ഒരിക്കലും മറ്റുള്ള വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ അല്ല നമ്മുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നാണ്. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് ഈ ഒരു സന്തോഷം, സമാധാനം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നു തുടങ്ങുന്ന എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു സമയത്ത് നന്ദിയുള്ളവരായിട്ടിരിക്കും. അതുപോലെ ഇമോഷണലി വളരെയധികം സ്റ്റേബിൾ ആവാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. സോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് എന്ത് സപ്പോർട്ടാണ് വരിക? ആക്ച്വലി നിങ്ങൾ വളരെയധികം സപ്പോർട്ടഡ് ആണ്. ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ഒരു ഡിവൈൻ ടൈമിംഗ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹം പോലെ പതിയെ ആയിരിക്കും അലൈൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇച്ചിരി സ്ലോ ആയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ വരും. ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഒന്നും ആയിരിക്കത്തില്ല. ഒരു ഹീലിംഗ് എനർജി നിങ്ങളെ സറൗണ്ട് ചെയ്തൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇമോഷണൽ ബാലൻസ് തിരിച്ചു വരാൻ പോകുന്ന ഒരു സമയമായിരിക്കും. യൂണിവേഴ്സ് നിങ്ങളെ വളരെ സോഫ്റ്റായിട്ട്, വളരെ കാര്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു ഒരു ട്രസ്റ്റ് ദ പ്രോസസ്സ് നമ്മൾ പറയില്ലേ, അതായത് ഈ ഒരു സമയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹീലിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കുക. ഇതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഔട്ട്കം അല്ലെങ്കിൽ ഗൈഡൻസ്, യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഒരു ഗ്രീൻ സിഗ്നലാണെന്ന് പറയാം. അതായത് നിങ്ങളുടെ ലൈഫിൽ ചില പുതിയ തുടക്കങ്ങൾ വരാനുണ്ട്. നിങ്ങൾ ചില ഇൻസ്പയർഡ് ആക്ഷൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല. അതിൽ നിങ്ങൾക്കൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. ഈ 14 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യുന്നുണ്ടാവും. നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ചില ഐഡിയാസ് ഉണ്ടാവും. അത് നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിരിക്കാതെ നിങ്ങൾ ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് എനർജി കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അതിലൊക്കെ നിങ്ങൾ യെസ് പറയുക. ഒരു പോസിറ്റീവ് സെൻസിൽ മാത്രം ഈ കാര്യങ്ങൾ എടുക്കുക കേട്ടോ. സോ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ. നിങ്ങളുടെ ലൈഫിലെ സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തുക.
സോ ഈ ഒരു 14 ഡേയ്സിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുറേ മെൻ്റൽ സ്ട്രഗിൾസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. നിങ്ങൾ കുറേ ബേർഡൻസ് എല്ലാം റിലീസ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പിനെസ് ചൂസ് ചെയ്യാൻ പോവാണ്. സംതിങ് ഫ്രഷ്, എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. സോ ഇതെന്ന് പറയുന്നൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പാർക്ക് തന്നെയാണ്. നിങ്ങളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു സമയമാണെന്ന് ഇത് മനസ്സിലാക്കുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഓക്കെ, ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആക്സെപ്റ്റ് അല്ലെങ്കിൽ ഐ ആക്സെപ്റ്റ് ദിസ് എനർജി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.